സ്നേഹമുള്ളവരെ, വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ തിരുവചനം. നിങ്ങൾ ലോകമെങ്ങും പോയി സർവ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ. ഡിസംബർ 3-ാം തീയതി ഭാരതത്തിൻ്റെ 2ാമത്തെ അപ്പോസ്തലനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ഓർമ്മ ദിനമാണ്. ഗോവയിലെ ബോം ജെസു ബസിലിക്കയിൽ സൂക്ഷിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഴുകാത്ത മൗതിക ശരീരം വിശ്വാസികളുടെ പരസ്യവണക്കത്തിന് തുറന്നു നൽകിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തവണ അദ്ദേഹത്തിൻ്റെ തിരുനാൾ നാം ആഘോഷിക്കുന്നത്. 1506 ഏപ്രിൽ 7-ന് സ്പെയിനിലെ നവാറയിലാണ് ഫ്രാൻസിസ് ജനിക്കുന്നത്. നേട്ടങ്ങളുടെ കൊടുമുടികൾ കീഴടക്കണമെന്ന തീവ്രമായ അഭിലാഷവുമായിട്ടാണ് തൻ്റെ ഉന്നത പഠനത്തിന് ഫ്രാൻസിസ് പാരീസ് സർവകലാശാലയിൽ എത്തുന്നത്. എന്നാൽ അവിടെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ കീഴടക്കുന്നത് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള അദ്ദേഹത്തിന് നേരെ തൊടുത്ത ഒരു ദൈവജനമായിരുന്നു. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്തു ബലം? ഈ ദൈവജനമായിരുന്നു ഫ്രാൻസിസിലെ സുവിശേഷ പ്രഘോഷകനെയും വിശുദ്ധനെയും രൂപപ്പെടുത്തിയത്. പിന്നീട് ഇഗ്നേഷ്യസ് ലയോളയോടൊപ്പം ഈശോസഭയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളാവുന്ന അദ്ദേഹം രോഗബാധിതനായ തൻ്റെ സുഹൃത്തിന് പകരക്കാരനായിട്ടാണ് ഏഷ്യയിൽ സുവിശേഷം പ്രഘോഷിക്കാനുള്ള ദൗത്യത്തിൻ്റെ ഭാഗമാകുന്നത്. ഈശോയോടുള്ള അടങ്ങാത്ത അഭിനിവേശവും സുവിശേഷം പ്രഘോഷിക്കാനുള്ള തീക്ഷ്ണതയുമായിരുന്നു ഫ്രാൻസിസിൻ്റെ മുഖമുദ്ര. 1541 ഇന്ത്യയിലെ ഗോവയിൽ സുവിശേഷ പ്രഘോഷണത്തിനായി അദ്ദേഹം എത്തുന്നത്. അന്ന് ഇന്ത്യയെ കോളനിയാക്കി ഭരിച്ചിരുന്ന പോർച്ചുഗീസ് നാവികരുടെ ഇടയിലും കാരാഗ്രഹവാസികളുടെയും കുഷ്ഠരോഗികളുടെയും ഇടയിലാണ് അദ്ദേഹം തൻ്റെ ദൗത്യം ആരംഭിക്കുന്നത്. തമിഴ് ഭാഷ പഠിച്ചതിനു ശേഷം ദക്ഷിണേന്ത്യയിലെ തീരപ്രദേശങ്ങളിൽ അദ്ദേഹം വ്യാപകമായി സുവിശേഷ പ്രഘോഷണം നടത്തുന്നുണ്ട്. 1544 വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം 10,000-ഓളം ആളുകൾക്ക് അദ്ദേഹം ജ്ഞാനസ്നാനം നൽകിയതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ തൻ്റെ സുവിശേഷ പ്രഘോഷണം ഇന്ത്യയിൽ മാത്രമായി ഒതുക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. 1546 സുവിശേഷ പ്രഘോഷണം നടത്തുന്നതിനായി മലായിലെ മലാക്ക ദ്വീപിലേക്ക് അദ്ദേഹം യാത്രയാവുന്നുണ്ട്. അവിടെ ഏകദേശം 1000-ഓളം പേർക്ക് അദ്ദേഹം ജ്ഞാനസ്നാനം നൽകുകയുണ്ടായി. തുടർന്ന് തൻ്റെ സുവിശേഷ പ്രഘോഷണ മേഖലയായി അദ്ദേഹം തിരഞ്ഞെടുത്തത് ഏഷ്യയിലെ സാംസ്കാരിക പൈതൃകങ്ങളുടെ ഈറ്റില്ലമായ ജപ്പാനായിരുന്നു. 1549 ജപ്പാനിൽ സുവിശേഷ പ്രഘോഷണത്തിനായി അദ്ദേഹം കാലുകുത്തുന്നത്. എന്നാൽ ഷിൻഡോ സെൻ പാരമ്പര്യങ്ങൾ ആഴത്തിൽ വേരോടിയിട്ടുള്ള ജപ്പാനിൽ സുവിശേഷ പ്രഘോഷണം അത്ര എളുപ്പമായിരുന്നില്ല. മാത്രമല്ല, വിദേശ സംസ്കാരത്തിലും ജീവിത രീതിയിലും ഊന്നിയ സുവിശേഷ പ്രഘോഷണം ജപ്പാനിൽ ഫലപ്രദമാവുകയില്ലെന്ന് തിരിച്ചറിഞ്ഞ ഫ്രാൻസിസ് അവിടുത്തെ വസ്ത്രധാരണ രീതിയും അതോടൊപ്പം അവിടുത്തെ പ്രമുഖ പ്രഭുക്കന്മാരിൽ ഒരാളായ ഡെമിനോയ്ക്ക് വളരെ വിലപിടിപ്പുള്ള സമ്മാനങ്ങളും മേലങ്കിയും വജ്രങ്ങളും സമ്മാനിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സൗഹൃദം നേടുകയുണ്ടായി. അങ്ങനെ ജപ്പാനിൽ താല്പര്യമുള്ള ആർക്കു വേണമെങ്കിലും ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കാമെന്ന സാഹചര്യം സംജാതമായി. ഏകദേശം 6 മാസത്തിനുള്ളിൽ 600-ഓളം പേർക്കാണ് അദ്ദേഹം ജ്ഞാനസ്നാനം നൽകിയത്. പിന്നീട് ഇന്ത്യയിലേക്കുള്ള മടക്കയാത്രയിൽ ചൈനയിൽ സുവിശേഷ പ്രഘോഷണം നടത്താനുള്ള തീവ്രമായ ഉൾപ്രേരണ അദ്ദേഹത്തിനുണ്ടായി. ഇന്ത്യയിലെത്തി 1552 ചൈനയിൽ സുവിശേഷം പ്രഘോഷിക്കാനുള്ള യാത്ര അദ്ദേഹം ആരംഭിക്കുകയാണ്. എന്നാൽ ഈ യാത്രാമധ്യേ നവംബർ 21 അദ്ദേഹം രോഗബാധിതനാവുകയും ഡിസംബർ 3 നിത്യസമ്മാനത്തിന് യാത്രയാവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മൃതശരീരം ആദ്യം സഞ്ജൻ ദ്വീപിൽ സംസ്കരിച്ചെങ്കിലും പിന്നീട് അവിടെ നിന്ന് മലക്കയിലേക്കും തുടർന്ന് ഗോവയിലെ ബോം ജെസു ബസിലിക്കയിലേക്ക് മാറ്റുകയുമുണ്ടായി. പൗലോസ് അപ്പോസ്തലന് ശേഷം ഇത്രക്കധികം വെല്ലുവിളികൾ ഏറ്റെടുത്ത് തീക്ഷ്ണതയോടുകൂടി സുവിശേഷം പ്രഘോഷിച്ച മറ്റൊരു മിഷണറി ഉണ്ടായിട്ടില്ല. അനിതസാധാരണമായ വിശുദ്ധിയായിരുന്നു ഫ്രാൻസിസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അദ്ദേഹം ഒരിക്കൽ മലാക്കയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നൗക അതിശക്തമായ കൊടുങ്കാറ്റിൽ ഉൾപ്പെടുന്നുണ്ട്. ആ നൗകയിലുണ്ടായിരുന്ന എല്ലാവരും തങ്ങൾ മരണത്തിൻ്റെ കയത്തിലേക്ക് നീങ്ങുകയാണെന്ന ഭയത്തിൽ ഉറക്കെ നിലവിളിക്കുന്നുണ്ട്. എന്നാൽ ആ നിമിഷം ഫ്രാൻസിസ് തൻ്റെ മാറോട് ചേർന്നിരുന്ന ക്രൂശിത രൂപം എടുത്ത് ശാന്തമായി ആ തിരമാലകളെ സ്പർശിക്കുന്നുണ്ട്. ഉടൻ തന്നെ കൊടുങ്കാറ്റ് ശാന്തമാവുകയും കടൽ സാധാരണഗതിയിലേക്ക് മാറുകയുമാണ്. എന്നാൽ അബദ്ധത്തിൽ ഈ ക്രൂശിത രൂപം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വഴുതി ആഴിയുടെ ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോകുന്നുണ്ട്.
തനിക്ക് ആകെ ഉണ്ടായിരുന്ന ക്രൂശിത രൂപം നഷ്ടമായ നിമിത്തം അതികഠിനമായ മനോദുഃഖം അദ്ദേഹത്തിന് ഉണ്ടാവുന്നുണ്ട്. തൊട്ടടുത്ത ദിവസം നൗക മലക്കയിൽ എത്തിച്ചേരുകയാണ്. അദ്ദേഹം കടൽ തീരത്തുകൂടെ നടന്നു പോകുമ്പോൾ കാണുന്നത് ഒരു ഞണ്ട് തലേ ദിവസം തനിക്ക് നഷ്ടമായ ക്രൂശിത രൂപം തൻ്റെ കാലിൽ ഇറുക്കിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നേരെ വരുന്നതാണ്. ഞണ്ടിൽ നിന്ന് ആ ക്രൂശിത രൂപം എടുത്ത് തൻ്റെ മാറോട് അദ്ദേഹം ചേർക്കുന്നുണ്ട്. തുടർന്ന് ഞണ്ടിന് നേരെ അദ്ദേഹം ഒരു ആശീർവാദം നൽകുകയാണ്. അപ്പോൾ ഒരു ക്രൂശിത രൂപം ആ ഞണ്ടിൻ്റെ പുറന്തോടിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇന്നും മലാക്കയിലുള്ള ഞണ്ടിൻ്റെ പുറന്തോടിൽ ഈ ക്രൂശിത രൂപം ഉള്ളതായിട്ടാണ് പാരമ്പര്യം പറയുന്നത്. തൻ്റെ ജീവിതകാലത്ത് ഒരുപാട് ആത്മാക്കളെ ഈശോയിലേക്ക് അടുപ്പിക്കുവാൻ ഫ്രാൻസിസിന് സാധിച്ചു. തൻ്റെ മരണശേഷം അഴുകാത്ത മൗതിക ശരീരത്തിലൂടെ ഇന്നും അനേകായിരങ്ങളെ അദ്ദേഹം ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നുണ്ട്. കാലത്തിനും സമയത്തിനും ക്ഷയിപ്പിക്കാനാവാത്ത മഹാ അത്ഭുതമായി അദ്ദേഹത്തിൻ്റെ മൗതിക ശരീരം ഇന്നും ഗോവയിലെ ബോം ജേസു ബസിലിക്കയിലുണ്ട്. സ്നേഹമുള്ളവരെ, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ അദ്ദേഹത്തെ പോലെ തീക്ഷ്ണതയോടുകൂടി വചനം പ്രഘോഷിക്കുവാൻ, ആത്മാക്കളെ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്ക് അടുപ്പിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് നമ്മെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.